ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് ഒരു സെൽഫ് പോർട്രേറ്റ് വീഡിയോ ആണ്. അത് ക്രിയേറ്റീവ് ആയിട്ടുള്ള സെൽഫ് പോർട്രേറ്റ് വീഡിയോ ആണ്. അത് ബിസ്ക്കറ്റ് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഫോട്ടോഷൂട്ട് ചെയ്യുന്നത്. വളരെ ക്യൂട്ടായിട്ട് വളരെ കളർഫുള്ളായിട്ടുള്ളൊരു അടിപൊളി ഒരു ഫോട്ടോഷൂട്ടാണ്. പിന്നെ ഈ ഒരു ഫോട്ടോസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സെൽഫ് പോർട്രേറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഞാൻ ട്രൈപോഡ് ഒന്നും തന്നെ യൂസ് ചെയ്തിട്ടില്ല. ഞാൻ എൻ്റെ കൈ കൊണ്ട് സെൽഫി മോഡിലാണ് ഈ ഒരു ഫോട്ടോസ് എടുക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. കാരണം എല്ലാവരും ഇങ്ങനെ ട്രൈപോഡ് ഒന്നും ഉണ്ടാവത്തില്ല. അവർക്ക് വേണ്ടിയിട്ടും കൂടി യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നായിട്ടുണ്ട് ഞാൻ എല്ലാ കാര്യങ്ങളും ഈ ഒരു ബുക്കിനകത്ത് മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഞാൻ വീഡിയോയിലൂടെ എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്കൊട്ടും തന്നെ ഏൽപ്പിക്കേണ്ട വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് ആരെങ്കിലും ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എടുക്കുന്നത് നമ്മുടെ ഈ ഒരു ബേസ് ബോർഡ് ബോക്സാണ്. എല്ലാവരും വീട്ടിൽ കാണും. അപ്പോൾ അത് എടുത്തിട്ട് ഞാൻ ഇതേപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഒരു അരികു ഭാഗമൊക്കെ കുറച്ച് ഇങ്ങനെ കട്ട് ചെയ്ത് ഈ ഒരു അളവിൽ ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കുക. ഒരു 3 സൈഡും കുറച്ചൊരു അരികു വന്നിട്ട് ഒരു സൈഡ് മാത്രം ഫുള്ളായിട്ട് കട്ട് ചെയ്ത് കളഞ്ഞ ആ ഒരു ഷേപ്പിലാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ എടുക്കാമെന്ന് ശ്രദ്ധിക്കുക. പിന്നെ വന്നിട്ട് ഞാൻ ഈ ഒരു ബിസ്ക്കറ്റാണ് എടുക്കുന്നത്. ബിസ്ക്കറ്റ് വന്നിട്ട് നമ്മുടെ ബേക്കറി ഷോപ്പുകളിലെല്ലാം അവൈലബിൾ ആണ്. മൊണാക്കോ എന്നാണ് അതിൻ്റെ ഒരു പേര് വന്നിട്ട്. വളരെ ക്യൂട്ടായിട്ടുള്ള നല്ല റൗണ്ട് ഷേപ്പിൽ ചെറിയ ചെറിയ ഹോളൊക്കെ വന്നിട്ട് നല്ല ഭംഗിയാണത് കാണാനെ കൊണ്ട്. ഇൻ കേസ് നിങ്ങൾക്ക് അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ 50-50 ക്രാക്ക് അങ്ങനത്തെ ബിസ്ക്കറ്റുകൾ അതിലും യൂസ് ചെയ്യാം. അടുത്തായിട്ട് ഞാൻ എടുക്കുന്നത് നമ്മുടെ ഒരു യെല്ലോ ക്ലോത്താണ്. ഈ ഒരു തുണി എടുക്കുന്നതിന് കാരണം വന്നിട്ട് നിങ്ങൾ വീട്ടിൽ പഴയ തുണി ഏതായാലും മതി. ഞാനിപ്പോൾ എൻ്റെ കുർത്തയാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് വന്നിട്ട് യൂസ് ചെയ്യുന്നതിനുള്ള പ്രധാന കാരണം വന്നിട്ട് നമ്മൾ ബിസ്ക്കറ്റ് വന്നിട്ടുള്ളൊരു യെല്ലോ ഷെയ്ഡിലാണ്. അതുകൊണ്ടും കൂടിയാണ് ആ ഒരു യെല്ലോ കളർ എടുത്തേക്കുന്നത്. നമ്മൾ ആ ബിസ്ക്കറ്റ് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുന്ന ഒരു ബേസ് ബോർഡിൻ്റെ മുകളിലാണ്. അപ്പം ബേസ് ബോർഡിൻ്റെ കളറും വേറെ നമ്മുടെ ബിസ്ക്കറ്റിൻ്റെ കളറും വേറെ ആയാൽ നമ്മൾ ആ ഒരു എടുത്തിട്ട് നമ്മൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു പിക്കിനൊരു അത്രയും കണ്ടൊരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു യെല്ലോ ക്ലോത്ത് യൂസ് ചെയ്താൽ അതിൻ്റെ ഒരു സെയിം കളറായതുകൊണ്ട് എഡിറ്റ് ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാം. അതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു ട്രിക്ക് യൂസ് ചെയ്തത്. അപ്പോൾ ഈ ഒരു ക്ലോത്ത് വന്നിട്ട് നന്നായിട്ട് ആ ഒരു ബേസ് ബോർഡിൻ്റെ ഉള്ളിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അതിൻ്റെ സൈഡിൽ എക്സ്ട്രാസ് എല്ലാം കവർ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അടുത്ത നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മേക്കപ്പാണ്. ഞാൻ എല്ലാ വീഡിയോയിലും ചെയ്യുന്ന സമയത്ത് പറയാം, നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങളുടെ ഇതിനനുസരിച്ച് മേക്കപ്പ് ചെയ്യാൻ. പക്ഷേ നമ്മൾ കുറച്ചും കൂടെ അധികമായിട്ട് മേക്കപ്പ് ചെയ്യുക. കാരണം ഫോട്ടോ ആണ് എടുക്കുന്നത്. അതിനകത്ത് കുറച്ചും കൂടെ എടുത്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ചും കൂടെ അധികത്തിൽ മേക്കപ്പ് ചെയ്യാൻ പറയുന്നത്. പക്ഷേ ഈ ഒരു മേക്കപ്പ് നമ്മൾ ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. എന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു ഫേസിന് മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ളൊരു ഫോട്ടോ ആണ്. അപ്പോൾ കുറച്ചും കൂടെ ഞാൻ ബ്ലഷ് അപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ ഐ ഷാഡോ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ ഒരു തീമിനനുസരിച്ചിട്ട് ഉള്ള കളേഴ്സാണ് ഞാൻ ഐ ഷാഡോ ആയിട്ട് അപ്ലൈ ചെയ്യുന്നത്. ഞാൻ ഇട്ടേക്കുന്ന ഡ്രസ്സ് വന്നിട്ട് ഒരു ഗ്രീൻ കളറാണ്. അപ്പോൾ നമ്മുടെ ആ ഒരു ബിസ്ക്കറ്റിൻ്റെ കളറും ഒക്കെ ചേർന്നിട്ട് വളരെ അങ്ങനത്തെ ഒരു തീമിലാണ് ഞാൻ ഐ ഷാഡോ അപ്ലൈ ചെയ്യുന്നത്. പിന്നെ ഒരു ഹൈലൈറ്റർ അപ്ലൈ ചെയ്യുന്നുണ്ട് നമ്മുടെ മുഖം ഒന്ന് തിളങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്കൊരു മസ്കാര യൂസ് ചെയ്യാം. നമ്മുടെ ആ ഒരു കണ്ണിന് നല്ല ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട്. മസ്കാര യൂസ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ കുറച്ച് കോമ്പാക്റ്റ് പൗഡർ അപ്ലൈ ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതാകുമ്പോൾ കുറച്ചുകൂടെ നമ്മുടെ ലാഷസിന് വോളിയം കിട്ടും, നല്ലൊരു വോളിയം കിട്ടുന്ന പോലെ തോന്നും. പിന്നെ റാൻഡം ആയിട്ടുള്ളൊരു ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യുക. അപ്പോൾ നമ്മുടെ ലുക്ക് റെഡി ആയിട്ടുണ്ട്. മുടി നന്നായിട്ടൊന്ന് വാരി പിടിച്ച് കെട്ടുക. കാരണം നമ്മുടെ ആ ഒരു ബിസ്ക്കറ്റ് സെറ്റ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ടച്ച് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു സെറ്റപ്പ്. ഞാൻ നേരത്തെ സെറ്റ് ചെയ്തതിനകത്ത് കിടന്നിട്ടാണ് ഫോട്ടോ എടുക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ആരുടെയെങ്കിലും ഹെൽപ്പ് വേണം. അല്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ ഇങ്ങനെ ഫോൺ എന്തെങ്കിലും കണ്ണാടിയോ മിററോ എന്തെങ്കിലും ഇങ്ങനെ പിടിച്ചിട്ട് നമുക്കാണെങ്കിലും അത് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാം. ഇങ്ങനെ മാക്സിമം അതിൻ്റെ ആ ഒരു വിടവ് വരാതെ അങ്ങനത്തെ ഒരു രീതിയിൽ വേണം അത് സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിങ്ങനെ ഓരോന്നോരോന്നായിട്ട് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഫുള്ളായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എക്സ്ട്രാ അതിൻ്റെ സൈഡിലും ഒക്കെ ആയിട്ട് ഇച്ചിരി വെക്കാനുണ്ട്. അപ്പോൾ അതും കൂടെ വെച്ചിട്ട് വരാം. ഇനി നമുക്ക് ഫോട്ടോ എടുക്കാം. നമ്മുടെ സെൽഫി മോഡിൽ എടുത്തിട്ട് നമ്മൾ സാധാരണ സെൽഫി എടുക്കുമ്പോൾ കുറച്ചൊന്ന് ആംഗിൾ ചരിച്ച് വെച്ചിട്ടാണ് എടുക്കുന്നത്. ഇത് നമ്മൾ കറക്റ്റ് ആ ഒരു രീതിയിൽ നേരെ പിടിച്ചിട്ട് എടുക്കുക. അത് നിങ്ങൾക്ക് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഞാനിപ്പോൾ ബാക്ക് ക്യാമറയിൽ എടുക്കുന്നതായിട്ട് കാണിച്ചു തരാം. ടൈമർ വെച്ചിട്ട് എടുക്കുന്നുണ്ട്.
അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും നല്ല അടിപൊളിയായിട്ട് ആ ഒരു ഫോട്ടോ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ആ ഒരു ഫോട്ടോ എടുക്കുന്ന സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് എന്താണെന്ന് നമുക്ക് നോക്കാം. നല്ല അടിപൊളിയായിട്ട് നല്ല കളർഫുള്ളായിട്ട് ആ ഒരു ഫോട്ടോ കിട്ടിയിട്ടുണ്ട്. നമുക്കപ്പോൾ അതിൻ്റെ റിസൾട്ട് നോക്കാം.